നമസ്കാരം. ഞാൻ ചിറക്കര മധു, അസിസ്റ്റൻ്റ് എക്സൈസ് കമ്മീഷണറായിരുന്നു. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു. ഒരു പുതിയ രാജ്യം ഉദയം ചെയ്തിരിക്കുന്നു. പാകിസ്ഥാൻ്റെ ഒരു പ്രധാന പ്രവിശ്യയായിരുന്ന ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന ഒരു രാജ്യം നിലവിൽ വന്നതായി ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA എന്ന സംഘടനയുടെ ഭാരവാഹികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗവൺമെൻറ് രൂപീകരണ ശ്രമങ്ങളും മറ്റും നടക്കുന്നു. ഇതാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. നൂറ്റാണ്ടുകളായി പാകിസ്ഥാനിലെ ബലൂജ് പ്രവിശ്യ കേന്ദ്രീകരിച്ച്, ബലൂജ് മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള സംഘർഷങ്ങളും സമരങ്ങളും നടന്നു വരികയാണ്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ബലൂജ് മേഖല ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത അന്ന് മുതലാണ് ഇത് പ്രക്ഷോഭം വളരെ വലിയൊരു ഗുരുതരമായ അവസ്ഥയിലേക്ക് മാറി വരുന്നത്. അവിടെ അന്ന് ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ അഥവാ ചെറിയ ഭരണാധികാരികൾ ആയിട്ടുള്ള ധാരാളം ഗോത്ര വർഗ നേതാക്കന്മാരായിരുന്നു. ബലൂജ് മേഖല പൊതുവിൽ ഗോത്ര വർഗ്ഗക്കാരായ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. വിവിധങ്ങളായ ഏകദേശം 10-ലധികം പ്രധാനപ്പെട്ട ഗോത്രവർഗ്ഗക്കാർ ബലൂജ് മേഖലയിൽ താമസിക്കുന്നു. ഇതിൽ ബഗ്തി എന്ന വിഭാഗക്കാരാണ് കൂടുതൽ. പിന്നീട് പഷ്തൂൺ, ജാട്ട്, ബ്രഹൂയി തുടങ്ങിയ നിരവധി ഗോത്രവർഗ്ഗക്കാർ ആ ഭാഗത്ത് നിലവിലുണ്ട്. പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും ഇറാൻ്റെയും മേഖലകളിൽ പരന്നു കിടക്കുന്ന ഒരു പ്രദേശമാണ് ബലൂജ് മേഖല എന്നത്. 70% പാകിസ്ഥാനിലും ബാക്കി ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലുമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബലൂജ് മേഖല ബ്രിട്ടീഷുകാർ ഏകപക്ഷീയമായി പാകിസ്ഥാനോട് കൂട്ടിച്ചേർത്തു. അത് ഈ പ്രശ്നത്തിന് കൂടുതൽ എരിവ് പകർന്നതല്ലാതെ ആ പ്രശ്നം തീരാനുള്ള കാരണമായി തീർന്നില്ല. കാരണം ബലൂജ് മേഖലയിലെ സ്വാതന്ത്ര്യദാഹികളായ ആളുകൾക്ക് അവരൊരു പ്രത്യേക രാജ്യമായി നിലനിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അതിന് വിപരീതമായ നടപടിയാണ് ബ്രിട്ടീഷുകാരിൽ നിന്നുണ്ടായത്. അന്നു മുതൽ തന്നെ പാകിസ്ഥാൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റുമായി, സൈന്യവുമായി നിരവധി മേഖലകളിൽ നിരവധി തെളിവുമായ രീതിയിൽ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ബലൂചിസ്ഥാൻ മേഖലയിലെ ഗോത്രവർഗ്ഗക്കാരായ ആളുകൾ. ഈ അടുത്ത സമയത്താണ് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന ഒരു ഏകീകൃത സംഘടന രൂപം വരികയും അവർ സായുധരായ പോരാളികളായി മാറുകയും പാകിസ്ഥാൻ സൈന്യവുമായി നേരിട്ടും അല്ലാതെയും ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുചേർന്നു. ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിലായി വളരെയധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ 40%-ലധികം ഭൂവിസ്തൃതി ഉള്ള മേഖലയാണ് ബലൂജ് മേഖല. എന്നാൽ 5% മാത്രമാണ് പാകിസ്ഥാൻ്റെ ജനസംഖ്യയുടെ 5% മാത്രമാണ് അവിടെ അധിവസിക്കുന്നത്. മറ്റൊന്ന് സാമ്പത്തിക പ്രശ്നമാണ്. പാകിസ്ഥാനിലുള്ള പെട്രോളിയം, പ്രകൃതിവാതകം, സ്വർണം തുടങ്ങിയിട്ടുള്ള ധാതുക്കൾ എന്നിവയുടെ ഒരു വലിയ ശേഖരം ബലൂജ് മേഖലയിലുണ്ട്. എന്നാൽ ഇത് ശരിയായി പ്രയോജനപ്പെടുത്താൻ പാകിസ്ഥാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അടുത്ത കാലത്ത് ചൈനയുമായി ചേർന്ന് ഒരു വ്യവസായ കരാർ ഒപ്പുവയ്ക്കുകയും ചൈനയുമായുള്ള ഒരു വ്യവസായ ഇടനാഴി നിലവിൽ വരികയും ചെയ്തപ്പോഴാണ് ഇത് കൂടുതലായി ഉപയോഗിക്കാൻ ആരംഭിച്ചത്. എന്നാൽ ഇതിൻ്റെ നേട്ടം പ്രദേശവാസികളായ ബലൂജികൾക്ക് ലഭിച്ചതുമില്ല. അതോടുകൂടി ബലൂജ് ലിബറേഷൻ ആർമിയുടെ സമരങ്ങളും സംഘർഷങ്ങൾക്കും ആഴം കൂടിയതേ ഉള്ളൂ. അത് ചൈനക്കാരായിട്ടുള്ള തൊഴിലാളികളെയും എഞ്ചിനീയർമാരെയും ബാധിക്കുക എന്നതുവരെ എത്തിച്ചു. ഈ കഴിഞ്ഞ 2 മാസം ഇത് വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള, വളരെ അധികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യം സഞ്ചരിച്ചിരുന്ന ഒരു ട്രെയിൻ പിടിച്ചെടുക്കുകയും അതിൽ 100-ലധികം സൈനികരെ കൊല്ലുകയും ചെയ്ത ഒരു സംഭവം അടുത്ത കാലത്താണ് ഉണ്ടായത്. ഇതിന് പുറമെയാണ് ഈ 2 ആഴ്ച കാലത്തിനിടയ്ക്ക് വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ നടന്ന സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 51 പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടി നിരവധി സൈനികരെയും ചൈനീസ് എഞ്ചിനീയർമാരെയും തൊഴിലാളികളെയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന വിദഗ്ധന്മാരെയും കൊല്ലുന്ന ഒരവസ്ഥയുണ്ടായി. ഇന്നലെ അതിൻ്റെ പാരമ്യതയായിരുന്നു. അതിനുശേഷമാണ് കൊറ്റ എന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനം. കൊറ്റയിലെ ഗവൺമെൻറ് ഓഫീസുകൾ പിടിച്ചെടുക്കുകയും ബലൂച്ച് ലിബറേഷൻ ആർമി അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയും ചെയ്തിരിക്കുന്നു. അവർ ഒരു പുതിയ രാജ്യമായി തീർന്നുവെന്നും UN-നെ അറിയിക്കുകയുണ്ടായി. പക്ഷേ ഇത് എത്രമാത്രം കാലത്തേക്ക് ഇത് നിലനിൽക്കും എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായി അഭിപ്രായപ്പെടാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ ഇത് എങ്ങനെ പ്രതികരിക്കും എന്നതിനെ സംബന്ധിച്ചും നമുക്ക് ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമല്ല ബലൂചിസ്ഥാൻ. അതിൻ്റെ ഒരു ഭാഗം അറബിക്കടലിലാണ് വന്ന് അവസാനിക്കുന്നത്. അവിടെ ചൈനയുടെ സഹായത്തോടെ തുറമുഖ നിർമ്മാണം നടന്നു വരികയാണ്. പാകിസ്ഥാൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ട് പുതിയൊരു രാജ്യമായി തീരുമ്പോൾ ആ രാജ്യം തീർച്ചയായും ഇന്ത്യയുമായി ഒരു സൗഹൃദ രാജ്യമായി തീരും എന്ന് നമുക്ക് ആശിക്കാം.
അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് കുറച്ച് ഗുണപ്രദമായി ഈ രാജ്യത്തിൻ്റെ രൂപവൽക്കരണം മാറും എന്ന് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.